പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിടുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പല രീതിയിലും തയ്ച്ചിട്ട് നെക്ക് ഭാഗം ടൈറ്റ് കിട്ടുന്നില്ല, ഒത്തിരി ലൂസാകുന്നു. ബാക്ക് നെക്കിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ ലൂസ് വരുന്നു. അപ്പോൾ അതിനൊരു പ്രധാന ഘടകവും കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു അളവെന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് ഇറക്കം, 34.5 ഇഞ്ച് വണ്ണം, 31 ഇഞ്ച് താഴെ ഇടുപ്പ് വണ്ണം, അത്രയൊക്കെ ഒരു തന്നിട്ടുള്ളൂ. അപ്പം പലയിടത്തും തയ്ച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുണകരമാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ മെഷർമെൻറ്റിൽ ഒരു വീഡിയോ തയ്യാറാക്കുകയാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രത്യേകം കൈക്കുഴിയുടെ കാര്യവും നെക്ക് ലൂസ് വരുന്നതിൻ്റെ കാര്യവും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഇതിൻ്റെ പൂർണ്ണത വരെ നിങ്ങൾ കാണുക. സമയം ഇപ്പോൾ ഇല്ലാത്തവരാണ്, പിന്നീടാണെങ്കിലും അത് സമയമുള്ളപ്പോൾ എടുത്ത് ഓരോ കാര്യവും അളവ് നോക്കി കൃത്യമായിട്ട് ചെയ്യുക. സാരി ബ്ലൗസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ ബട്ടൺ അമയ്ക്കെങ്കിൽ മാത്രമേ ഉള്ളൂ ഡെയിലി ഇടുന്ന വീഡിയോ നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മൾ ആദ്യം തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ തള്ളി, അതിന് ശേഷം 15 ഇഞ്ച് ലെങ്താണ്, രണ്ടടുത്ത് 15 തള്ളി, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി. അപ്പോൾ നമ്മളിതിനെ പ്രധാനമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 10.5 ഇഞ്ചേ ഉള്ളൂ നമ്മളിതിന് ഷോൾഡർ കൊടുക്കുന്നുള്ളൂ. അപ്പം 5.25 നമ്മൾ മാർക്ക് ചെയ്തു. 2.25 ബാക്ക് നെക്ക്, 2.25 മാർക്ക് ചെയ്തു. 8.5 ഇഞ്ച് തീർന്ന് കിട്ടണം. അപ്പോൾ 8.25 ബാക്ക് നെക്കിൻ്റെ താഴോട്ടുള്ള ഇറക്കവും മാർക്ക് ചെയ്തു. ഈ 5.25 സെയിം അളവ് നമ്മൾ കൈക്കുഴിക്കും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ഇത്രയും ഇറങ്ങിയ ഒരു ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഷോൾഡർ അതാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചോളം കണക്കിൽ നിന്ന് നമ്മൾ ഷോൾഡർ കുറച്ചിട്ടുണ്ട്. ഇനി 34.5 + 4, അപ്പം നമുക്ക് 38 വരും. 8.5യുടെ 4/1 എന്ന് പറയുമ്പോൾ 9.5 പോയിൻറ്റ് മാർക്ക് ചെയ്യണം. 31ൻ്റെ 4/1 7.25. ബാക്ക് ഡാട്ട് ഇല്ലാത്തൊരളവ് തന്നെയാണ്. ബാക്ക് ഡാട്ട് ഇല്ലാതെ കാണിക്കാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ഡാട്ട് ഇല്ലാതെ തന്നെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് നമ്മൾ ഇങ്ങനെ തയ്യൽ തുമ്പ് നമുക്ക് കൂട്ടാനും മാർക്ക് ചെയ്യുന്നു. പ്രത്യേകം നമ്മൾ ഈ നെക്ക് ഇത് വരുന്നത് കൊണ്ട് ചുളിവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1.5 ഇഞ്ച് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഈ കൈക്കുഴിയുടെ നടുക്കുന്ന തന്നെ നമ്മൾ ഇങ്ങനെ കൈക്കുഴി മാർക്ക് ചെയ്യും. ഇതുപോലെ തന്നെ. അപ്പോൾ ഈ ഭാഗത്ത് ഈ 1.5 വരുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഈ 1.5 ഷോൾഡർ ഇപ്പം നമ്മൾ നോർമലി ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്ത് ആ പറഞ്ഞ പ്രകാരമുള്ള കൃത്യമുള്ള ബാക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് പോവുകയോ ഇല്ലെങ്കിൽ ഒപ്പം ഈ കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുക്കുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പിന്നീട് നമുക്ക് നെക്ക് ലൂസാന്ന് പറഞ്ഞവർക്ക് ഏത് മെത്തേഡാണ് നമ്മൾ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ളൊരു കംപ്ലൈൻ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതേ ഒരു തിയറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാക്ക് പീസ് ഇപ്പം നമുക്ക് ആ സബ്സ്ക്രൈബർ പറഞ്ഞ അളവ് പ്രകാരമുള്ളത് ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ക്രോസ് കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 60 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയിലാണ് ഞാനിപ്പോൾ ഈ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 36 ഇഞ്ച് വീതിയാണ്. ഇതുപോലെ തന്നെ ഈ സൈഡിൽ തേര് പീസ് വരുന്നിടത്ത് തന്നെ ഈ ബാഗിട്ട് അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ശരിക്കുള്ളൊരു ക്രോസ് കിട്ടാൻ വേണ്ടി ഇതുണ്ട്. 4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ തുമ്പ് കൊടുത്തു. 1.5 ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് ബാഗിൻ്റെ ഏറ്റവും അടിവശത്ത് നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മൂന്ന് ഇഞ്ച് ഈ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് ഈ ഡാട്ടിന് വിത്തിന് വേണ്ടി 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ 3 ഇഞ്ച്
ഇത്രയുമാണ് ഇതിൻ്റെ യഥാർത്ഥമായ ഫ്രണ്ട് പീസിൻ്റെ ക്രോസ് മാർക്കിങ്. ഇപ്പോൾ ഇത്രയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഒരു മാർക്ക് കൊടുത്തിട്ട് ക്രോസ് ആയതിൻ്റെ ഈ ഭാഗത്ത് ഇച്ചിരി കുറവുണ്ട്, അത് ഫ്രണ്ടിനേക്ക് നമ്മൾ വെട്ടുമ്പോൾ പൊക്കോളും. അപ്പം ഇവിടുന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നൽകിയിട്ട് 5.25 6 നമുക്ക് തീർന്ന് കിട്ടേണ്ടത്. 5.25 മാർക്ക് ചെയ്തിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്ത് വേണം ഫ്രണ്ട് വെട്ടാൻ. ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ ഇങ്ങനെ വെട്ടുന്നു. ഇവിടെ വരെ വെട്ടി നിർത്തിയിട്ട് 4.25 ഇഞ്ചിൽ നമ്മൾ പടിപ്പീസ് ഇങ്ങനെ വാങ്ങും. 4.25 ഇവിടുന്നും 4.25 ഇവിടുന്നും. അപ്പോൾ ശരിക്കുള്ളൊരു ക്രോസ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നമ്മൾ പറഞ്ഞ നെക്കിൻ്റെ ചുളവും മാറ്റുള്ളൂ. നമ്മുടെ എല്ലാവിധ ആ മെഷർമെൻറ്റുമായിട്ട് ജോയിൻ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് വെട്ടുന്നു. നല്ല റൗണ്ടിൽ തന്നെ ഫ്രണ്ട് നെക്ക് വെട്ടണം. നന്നായിട്ട് ഈ ഭാവമൊക്കെ നല്ല റൗണ്ടിൽ തന്നെ വെട്ടി സെയിം ഇങ്ങനെ വേണം. ഇവിടെ കൊണ്ടങ്ങ് നിർത്തണം. നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങ് മാറ്റാം. ചെയ്ത് 4 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മുടെ 31 7.25 ഇവിടെ മാർക്ക് ചെയ്യണം. 1.25 ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നല്ല ക്രോസിൽ തന്നെ വരണം. ഇതാണ് നമ്മുടെ പടിപ്പീസ്. ഈ പടിപ്പീസ് ക്രോസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പടിപ്പീസ് വെട്ടി എടുക്കരുത്. ഇനി കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊന്ന് തിരിച്ചിടാം. നമ്മുടെ ഒരു വശത്തിന് നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1/2 ഇഞ്ച് ഇവിടുന്ന് മാറ്റി ടേപ്പ് ഇവിടെ വെച്ചിട്ട് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പോയിട്ട് 10 ഇഞ്ചാണ് നമുക്ക് ഡാട്ടിൻ്റെ ലെങ്ത് തീർന്ന് കിട്ടേണ്ടത്. തയ്യൽ തുമ്പ് ഇവിടെ വരും. ഇവിടുന്ന് നേരെ ഈ ബെൽറ്റ് പീസ് കൂട്ടി ഒരു മാർക്ക് കൊടുക്കണം. ഇങ്ങനെ തന്നെ മാർക്ക് കൊടുത്തിട്ട് 3/4 ഇഞ്ച് ഇവിടെ വരുന്ന പോലെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം. ഇതാണ് നമ്മുടെ ബെൽറ്റ് പീസിൻ്റെ മാർക്ക്. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് ഇതായതുകൊണ്ട് ഇതിൽ ഒരു കാരണവശാലും നമ്മൾ ബെൽറ്റ് പീസ് വെട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ഒരു പീസ് എടുത്തിട്ട് ആ ഒരു പീസിൽ നമ്മൾ ഈ ബെൽറ്റ് പീസ് ഇതേ സെയിം അളവിൽ വെട്ടിയെടുക്കുന്നു. ഇങ്ങനെ തന്നെ വെട്ടുന്നു. ഇങ്ങനെ വെട്ടി ഇതിൻ്റെ സെയിം അളവിൽ. കാരണം നമുക്ക് സ്കെച്ചായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ തുണി തികയാതെ വരുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കൈ എടുക്കുകയും ചെയ്യാം. ഈ സ്കെച്ച് നമുക്ക് ഒരു കാരണവശാലും വേസ്റ്റ് ആകത്തില്ല. ക്രോസ് പീസ് ഈ ബെൽറ്റ് വെട്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ബാക്ക് പീസുമായി ബെൽറ്റ് പീസുമായി. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇത് കട്ട് ചെയ്തെടുക്കുന്നു. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ തുണി മാറ്റാം. നമ്മുടെ മാർക്കെന്ന് പറഞ്ഞാൽ ഡാട്ട് 3 ഇഞ്ചാണ്. 1.5 വീതം ഇവിടുന്ന് മാർക്ക് ചെയ്യണം. 1.5 ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഈ മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. അതിനുശേഷം 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് എടുത്തു വിടണം. 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് എടുത്തു വിടണം.
അപ്പോഴേ ഉള്ളൂ ക്രോസ് നമുക്ക് നല്ലപോലെ വലിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഈ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെ 3.25 ഇഞ്ചിൽ ഒരു സെൻറ്റർ ഡാട്ട് കൊടുക്കണം. ഇങ്ങനെ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച്. അപ്പോൾ ഒരു നെക്ക് നല്ലപോലെ നമുക്ക് വലിഞ്ഞ് കിട്ടുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇനി ഇവിടുന്ന് 1.25 ഇഞ്ച് താത്ത് 3/4 ഇഞ്ച് ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വേണം. കാലിഞ്ച് ഇവിടുന്ന് കളഞ്ഞു. 1.25 ഇഞ്ച് മെയിൻ ഡാട്ടിൽ നിന്ന് തള്ളി നിൽക്കുന്ന പോലെ നമ്മൾ റിഗാൾ ഡാട്ടും കൊടുക്കുന്നു. അതിന് ശേഷമാണ് നമ്മുടെ നെക്ക് ടൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തതിന് ശേഷം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഇപ്പം നെക്ക് ടൈറ്റ് കിട്ടാത്തവർക്ക് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതാ ഒരു 1/4 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു 1/4 ഇഞ്ച് മാത്രം നെക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ 1/4 ഇഞ്ച് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ വെട്ടിയ ആ ഒരു അളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് പ്രത്യേകം നിങ്ങൾ നോക്കണം. ഇതങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഡാട്ട് നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ബെൽറ്റ് പീസും കൂടെ വെച്ച് നമ്മുടെ സൈഡ് ഒപ്പം വെക്കുന്നു. വെച്ചിട്ട് ഈ സൈഡ് വ്യത്യാസമുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബെൽറ്റ് പീസിൽ ഒരു മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. ഇതിപ്പം കൃത്യമായിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള നമ്മുടെ കൈക്കുഴി എത്രത്തോളം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ബാക്ക് പീസിൽ ഒന്ന് അളന്ന് നോക്കണം. ഓക്കെ, കറക്റ്റാണ്. നമ്മൾ 34.5-യുടെ 4/1 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് കിട്ടേണ്ടത്. ഏകദേശം 8 ഇഞ്ച് അടുത്ത്, 7.25-ഉം 8-ഉം അടുത്താണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം. കൈ വെട്ടുമ്പോൾ നമ്മൾ കൈ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. ഞാൻ ഒരു കൈയാണ് വെട്ടി കാണിക്കുന്നത്. മാർക്ക് ചെയ്തിട്ട് 8.5 ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്യണം. ഇങ്ങനെ 8 ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് കൈക്ക് എമ്മിങ് കൊടുത്തു. 11 ഇഞ്ച് കൈ ലൂസ് മാർക്ക് ചെയ്തു. 7.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. 3.5 ഇഞ്ച് ഷേപ്പ് കൊടുത്ത് ഇതിങ്ങനെ ഒരു റൗണ്ട് ആദ്യമേ വരയ്ക്കണം. വരച്ച് ബാക്ക് പീസിൽ കൈക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് നെക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ അളന്ന് നോക്കണം. നമ്മുടെ കൈക്കുഴി കറക്റ്റാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ അതിൻ്റെ മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാവുള്ളൂ. ക്രോസ് കട്ടിംഗ് ആണ് ഫ്രണ്ട് വരുന്നത്. കൈ വലിയാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ഈ ബാക്ക് പീസ് വെച്ച് നമ്മൾ കൃത്യം മാർക്ക് ചെയ്ത് നോക്കണം. കൈക്കുഴി കറക്റ്റാണോ, എന്തെങ്കിലും മാറ്റമുണ്ട്. ഈ ഭാഗത്ത് തന്നെ നമുക്ക് 4 ഇഞ്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ അത്രത്തോളം നിങ്ങളൊന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കൈ വെട്ടി എടുക്കാവുള്ളൂ. കൈയുടെ കട്ടിങ്ങിലേക്ക് പോകാം. കറക്റ്റാണ്. ഇപ്പോൾ ഷേപ്പ് സ്കെയിലിന് തന്നെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുന്നു.
ഏകദേശം നമുക്ക് കൈ ക്ലിയറായിരിക്കുകയാണ്. ഇവിടെ മാർക്ക് ചെയ്തു, ഹെമ്മിങ്ങിനിട്ട് തുമ്പിലൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എപ്പോഴും കുഴിച്ച് വെട്ടാറുള്ള കാര്യം പറയാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 1.25 ഇഞ്ച് ഇതാ ഇവിടെ കൊടുത്തു, 2 ഇഞ്ച് ഇവിടെയും കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഭാഗത്ത് 3/4 ഇഞ്ച് ഒഴിവ് വരുന്ന പോലെ 4.25 ഇഞ്ച് ഒരു പോയിൻ്റ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് ഫ്രണ്ട് ഇങ്ങനെ എടുത്തോളും. അപ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ട് നമുക്ക് കുഴിച്ച് കിട്ടും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അയച്ചു തന്ന സബ്സ്ക്രൈബറുടെ മെഷർമെൻറ്റ് എത്രത്തോളമാണോ അതനുസരിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അതൊരു പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വീഡിയോ ഒക്കെ കാണുകയും ഇതുപോലൊക്കെ സാരി ബ്ലൗസിനെ പറ്റിയുള്ള പുതിയ പുതിയ ഐഡിയകൾ നിങ്ങൾക്ക് ഞാൻ മിക്ക ദിവസങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കാനും പ്രായോഗികമായി പ്രകടിപ്പിക്കാനും പ്രയോഗിച്ച് നോക്കാനും ഒക്കെ അവസരങ്ങൾ കിട്ടട്ടെ. നല്ല നല്ല സ്റ്റിച്ചിങ് ചാർജുകളൊക്കെ കിട്ടി മിടുക്കരായ ടൈലറായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മെഷർമെൻറ്റ് അയച്ചു തന്നവർക്കും നമ്മളൊരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് അടുത്ത വീഡിയോയ്ക്കുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുകൂടാതെ തന്നെ ഓൾ ബട്ടൺ അമർത്തണം, എങ്കിലേ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.